എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഒരു പ്രധാന ഒരു സബ്ജക്റ്റാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് ഉപകാരപ്രദമായിരിക്കുന്ന ഒരു അഭിപ്രായമാണ്. എല്ലാവരും ഒന്ന് ആലോചിച്ചാലും ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭരണകൂടമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും യോജിച്ച് ഒരു തീരുമാനമെടുത്താൽ വളരെ ഉചിതമായിരിക്കും. കാര്യം ഇപ്പോൾ പ്രധാനമായി കണ്ടുവരുന്നത് കോളേജിലും സ്കൂളിലും പോണ കുട്ടികളിൽ ഏതാണ്ട് ഒരു 20% കുട്ടികളും ക്ലാസ് കട്ട് ചെയ്യാറുണ്ട്. ഈ ക്ലാസ് കട്ട് ചെയ്തതിന് ശേഷം ഇവർ നേരെ പോണത് രാവിലെയുള്ള മോർണിംഗ് ഷോ, മാറ്റിനി ഷോയിൽ കയറുക, അല്ലെങ്കിൽ അടുത്ത മറ്റൊരു ഷോയിലേക്ക് പോവുക. ശേഷിക്കുന്ന സമയം മാളുകളിൽ കറങ്ങി നടക്കുക. അവസാനം ക്ലാസ്സിൽ നിന്നാണ് വരുന്നതെന്നുള്ളൊരു ധാരണയിൽ വീട്ടിൽ എത്തും. ഇത് വളരെ ദൂഷ്യം ചെയ്യുന്ന ഒന്നാണ്. ഇതിന് ഒരു പ്രധാനമായിട്ടൊരു പ്രതിവിധി ഭരണകൂടവും പ്രതിപക്ഷവും ചെയ്യാമെന്നുള്ളത്, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴൻ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിലുള്ള മോർണിംഗ് ഷോയും മാറ്റിനി ഷോയും തൽക്കാലം ഒഴിവാക്കുക. ഈവനിങ് ഷോ ഈവനിങ് ഷോ, നൈറ്റ് ഷോ നിങ്ങൾക്ക് എന്തുമാകാം. ഇത് തിയേറ്ററിൽ മാത്രമല്ല, മാളുകളിലുമുള്ള തിയേറ്ററുകളിൽ ഈ ഒരു റെഗുലേഷൻ റൂൾസ് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ ക്ലാസ് കട്ട് ചെയ്തിട്ടുള്ള ഈ പോക്കിന് വലിയൊരു ആശ്വാസം കണ്ടെത്താൻ പറ്റും. അവർ സ്കൂളിൽ പോകും. ഈ പുതിയ സിനിമകൾ വന്നാൽ അവിടെ പോയി അതിൽ കാണിക്കുന്ന ആഭാസങ്ങൾ കാണാനും എൻജോയ് ചെയ്യാനും ഒപ്പം സ്കൂൾ കട്ട് ചെയ്യാനുമുള്ള ഒരു പ്രവണത ഇന്നത്തെ കുട്ടികളിൽ അധികമുണ്ടായിരിക്കുന്നു. ഈ സിനിമാ തിയേറ്റർ ഇവരുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ പടം ആരംഭിച്ചാൽ അതിൻ്റെ ഉദ്ഘാടനത്തിനന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ മുൻപന്തിയിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് ഈ കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളുമാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവരവിടെ പിന്നെ കണ്ടെത്താൻ പറ്റില്ല. ഒപ്പം ഈ സ്കൂൾ കട്ട് ചെയ്ത് മാളുകളിൽ യൂണിഫോമിൽ കറങ്ങി നടക്കുന്ന കുട്ടികളെ സെക്യൂരിറ്റീസ്, അതായത് മാൾ സെക്യൂരിറ്റി അല്ല, പോലീസുകാർ തന്നെ ഇവരെ ചെക്ക് ചെയ്ത് ഇവരുടെ ഐഡൻറ്റിറ്റി പരിശോധിച്ച് അവരുടെ സ്കൂളിൽ വിവരം അറിയിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ചില കുട്ടികൾ സ്കൂൾ കട്ട് ചെയ്ത് സ്കൂളിന് പകരം അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അവിടെയൊക്കെ പോയി സമയം വൃഥാ ചെലവഴിച്ച് അവിടെ വെച്ചുള്ള മയക്കുമരുന്നൊക്കെയുള്ള എല്ലാ കലാപരിപാടികളും കാണിക്കാൻ ഇവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നെത്താറുണ്ട്. അതിനായി മാതാപിതാക്കൾ ചെയ്യാമെന്നുള്ളത്, മാതാപിതാക്കളോട് ഈ കുട്ടികൾ സ്കൂളിലാണ് പോകുന്നുള്ള വിശ്വാസത്തിൽ പോകണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതൊഴിച്ച് മറ്റെവിടെയെങ്കിലും ഉല്ലാസകേന്ദ്രം എവിടെയെങ്കിലും കറങ്ങി ചുറ്റി നടക്കാനാണ് ഭാഗമെങ്കിൽ അത് വീട്ടുകാരോട് പറഞ്ഞ് വീട്ടുകാർക്കറിയണം ഇവർ സ്കൂള് അല്ലാതെ മറ്റെവിടെ ഭാഗത്തേക്കാണ് പോണത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ അറിവും സമ്മതത്തോടും കൂടിയാണെങ്കിൽ വീട്ടുകാർ അതിനോടൊരു ചെറിയൊരു ലെറ്ററും ഈ കുട്ടികൾക്ക് കൊടുക്കണം. ആ ലെറ്റർ അവർ കയ്യിൽ സൂക്ഷിക്കണം. ഡേറ്റ് ഇട്ടണം. ഒരു ദിവസത്തെ വാല്യൂ 2 ദിവസത്തെ വാല്യൂയും കൊടുക്കണം. അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എവിടെയും പൊക്കോട്ടെ, കുഴപ്പമില്ല. ഒരു ചെക്കിങ്ങിന് വന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് ഈ ലെറ്റർ കാണിക്കുക. എന്നാൽ കുട്ടികൾ വളരെ സ്മാർട്ടാണ്, അവരതൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെറ്ററും ഉണ്ടാക്കും. അതുകൊണ്ട് ലെറ്റർ ഉണ്ടായിട്ടൊന്ന് തിരിച്ച് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നത് എൻ്റെ ഡേറ്റ് നോക്കണം, ആരാം എഴുതുന്നത് എല്ലാം നോക്കണം. മാതാപിതാക്കളുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് പോലീസ് സേന തന്നെ അവരെ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യണം. കാരണം തെറ്റുകൾ കൂടുതൽ ഇവർ ആവർത്തിക്കുന്നത് അതിനുള്ള സാഹചര്യവും അതിനുള്ള സ്ഥലവും കിട്ടുമ്പോഴാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവർ തിരഞ്ഞെടുക്കുന്നത് കൂടുതലും സിനിമാ തിയേറ്ററുകളാണ്. ആ സിനിമാ തിയേറ്ററാകുമ്പോൾ വളരെ സുരക്ഷ, അതിൻ്റെ ഉള്ളിൽ കയറി 2 മണിക്കൂർ അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി വല്ല ഹോട്ടലിൽ അവിടെ കുറച്ച് വീണ്ടും സമയം ബാക്കിയുണ്ടെങ്കിൽ അവർ വല്ല മാളുകളിലും തിരിഞ്ഞു കയറും.
സ്കൂൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ യൂണിഫോം പോകുമ്പോൾ അവരുടെ ബാഗുകൾ പരിശോധിക്കുക. ഇവർ വല്ല പ്രൈവറ്റ് ഡ്രസ്സ് വല്ലതും ആ ബാഗിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് രഹസ്യമായി വീക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇവർ നേരെ എവിടെയെങ്കിലും പോയി ബസ് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും പോയി ആ ഡ്രസ്സ് മാറ്റി യൂണിഫോം മാറ്റി അത് ബാഗിൻ്റെ അകത്ത് വെച്ച് സാധാരണ ഡ്രസ്സ് ഇട്ടാൽ ഇവരെ സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തിയേറ്ററിൽ മോർണിംഗ് ഷോ മാറ്റ്നി ഷോ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അതൊരു വലിയൊരു മാറ്റം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇന്നത്തെ പത്രങ്ങൾ മനസ്സിലായി പോത്തൻകോട് സ്കൂൾ പരിസരത്ത് നിന്ന് ഒരു കഞ്ചാവുകാരനെ പിടികൂടിയതായി. വലിയ സന്തോഷമുള്ള വാർത്തയാണ്. ഇതുപോലെ പോലീസൊന്ന് ശരിക്കും നാഞ്ഞ് വീശിയാൽ വല വീശിയാൽ എല്ലാവരെയും വല വീശി പിടിക്കാൻ പറ്റും. എന്നാൽ പോലീസിൻ്റെ സ്ട്രെങ്ത് അതിനുള്ള അംഗസംഖ്യ വളരെ പരിമിതമാണ്. അവർക്ക് തന്നെ ഒത്തിരി മറ്റനവധി ജോലികളുള്ളതാണ്. ഇത് കുറച്ച് ഭാരിച്ച ജോലിയാണ്. പക്ഷേ എങ്കിൽ തന്നെയും നമ്മുടെ യുവതലമുറയെ രക്ഷപ്പെടുത്താൻ നാം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഇനി ഈ തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നിർമ്മിതാക്കളും തിയേറ്റർ ഓണേഴ്സും ഫെഡറേഷനും ഒക്കെ ബഹളമായിട്ട് ഇറങ്ങി ഞങ്ങളുടെ തിയേറ്റർ ഞങ്ങൾക്ക് നഷ്ടം ഭീമം ഗോമം എന്നൊക്കെ ഇവർ പറയും. ദയവിയെ നിങ്ങളൊന്ന് തീരുമാനിക്കുക, ഈ യുവതലമുറയെ നിങ്ങൾ മൂലം നശിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്കങ്ങനെ നഷ്ടമൊന്നും വരികയില്ല. നിങ്ങൾ ഷോ നടത്തിയാൽ കറണ്ട് കൊടുക്കണം അതൊന്നുമില്ലല്ലോ. ഷോയ്ക്കനുസരിച്ചിട്ടാണല്ലോ നിങ്ങൾ ക്യാഷ് അടയ്ക്കുന്നത്. അതുകൊണ്ട് ഈ കൂടുതൽ അതിൽ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഗവൺമെൻറ്റിനെയും സമ്മർദ്ദത്തിൽ നിങ്ങളാക്കരുത്. ഇതിലെല്ലാവരും യോജിക്കണം. ഇത് കാര്യം നമ്മുടെ യുവതലമുറകൾ നേരായ രീതിയിൽ വളരാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനങ്ങളാണ്. അല്ലാതെ ഈ സിനിമ കണ്ട് അതുകൊണ്ട് അവർ കൂടുതൽ ഞാൻ സിനിമ കണ്ട് മോശമെന്ന് പറയുന്നില്ല, സിനിമ കണ്ടോട്ടെ. ഇതൊള്ളി സ്കൂളും കോളേജും ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഈ നിബന്ധന നമുക്ക് വേണ്ടത്. എല്ലാ ദിവസങ്ങളും യു മേക്ക് ദ റെഗുലർ ഷോസ്, നോ പ്രോബ്ലം. മോർണിംഗ് ഷോ, എനി ഷോ, സാറ്റർഡേ സൺഡേ ഹോളിഡേ ഒന്നും ഇത് അപ്പോൾ ഒരു ബാനൊന്നും ഇല്ല. ഒള്ളി സ്കൂൾ ഉള്ള ദിവസങ്ങൾ മാത്രം ഇതൊന്ന് പ്രാബല്യത്തിൽ വരുത്താൻ പ്രധാനപ്പെട്ട ഭരണകൂടവും പ്രതിപക്ഷവും ഒന്ന് ശ്രദ്ധിച്ചാലും. ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നവർ നിങ്ങളുടെ കമൻസുകൾ ഒന്ന് അയച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.